CPM ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ. തിരുവനന്തപുരത്ത് നടന്ന കമ്മിറ്റിയിലൊരു വാർത്ത ഇപ്പോൾ കണ്ട്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് സുപ്രധാന വിവരങ്ങൾ വരികയാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ശരീരഭാഷ ശരിയല്ലെന്ന് വീട്ടിൽ നിന്ന് പോലും അഭിപ്രായമുയർന്നുവെന്ന് സമ്മതിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. വീട്ടുകാർക്ക് വിവരമുണ്ട്. അപ്പോൾ അന്ന് നാട്ടുകാരെ മാത്രമല്ല വീട്ടുകാരും വീട്ടിൽ ചെന്ന് കയറാமல் അവിടെ നിന്നും കിട്ടുമായിരുന്നാണ്. എന്നിട്ടും ശരിയായില്ലേ? എന്തായാലും സമ്മതിച്ചല്ല നാട്ടുകാരുടെ മുമ്പ് അല്ല, പാർട്ടി നേതാക്കന്മാരുടെ മുമ്പേ നല്ല രീതിയിൽ കാട്ടണം. എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പിണറായി വിജയനും ഗോവിന്ദണ്ണനും വൃത്തിയാക്കി കാട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റെന്നോ കിഴങ്ങം വന്നിരുന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ കിടന്നോട്ട് ഇത് തന്നെ VD സതീശൻ ജയിച്ചതിന് ശേഷം വന്ന് നടത്തിയ പത്രസമ്മേളനത്തെ കണ്ടിട്ട് വന്നിരുന്നതാണ് ഈ അപരാധം. ഞങ്ങളെ കുഞ്ഞുങ്ങളെ തല്ലിയിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾ മറക്കില്ല. മറ്റേ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഗൺമാനൊക്കെ ഇറങ്ങി അഴിച്ച സംഭവം ഇപ്പം കത്തി നിൽക്കുകയാണല്ലോ. അതിനെപ്പറ്റി പിന്നെ എപ്പോഴേ പറയാനുള്ളത്? അധികാരം നേടിയെടുത്തിട്ടല്ലേ പറയാനുള്ളത് പണി തരുമെന്ന്. അത് കൊണ്ടുപോയാണ് മുടവാക്കിയാണോ ഇവൻ്റെയൊക്കെ? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. അത് പറഞ്ഞ് ഒരു 1.5 മണിക്കൂറിനുള്ളിലാണ് ഈ സംഭവം. ഇവിടെ പാലക്കാട് മറ്റേ പോലീസ് കുപ്പിയെറിഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്ന് കുപ്പിയെറിഞ്ഞതൊന്നും ഇതാണെന്നുള്ള പറയില്ല കിഴങ്ങന്മാർ. അപ്പം പോലീസും കാര്യം അങ്ങ് മേഞ്ഞ് ലളിതമായ ഭാഷയിൽ പറയാ. ലളിതമായ ഭാഷയൊക്കെ അറിയാം മോഹനന്. അയ്യോ അങ്ങനെ ആവുകൊണ്ടാ എന്ത് കേക്കട്ടെ. പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ വന്ന് ഗുണ്ടകൾക്ക് വിലസാം, പോലീസിന് വിലസാം എന്ന് ധരിക്കരുത്. ഈ കേരളത്തിൽ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ കണ്ടു തുടങ്ങി. ഭയങ്കര ദീർഘവീക്ഷണം തന്നെ. അങ്ങോട്ട് കടക്കില്ല, ഗുണ്ടകൾ കടക്കില്ല, പോലീസ് കടക്കില്ല. ഗുണ്ടകളും പോലീസ് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. അയ്യോ ഇല്ല, വഞ്ചപാവം. അതാണല്ലോ തൊട്ട് മുമ്പ് പറഞ്ഞത് രക്ഷാപ്രവർത്തനം. സതീശൻ വന്ന് അതിനല്ലേ പണി തരുമെന്ന് പറഞ്ഞത്. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാത്ത DYFIക്കാർ ചെടിച്ചട്ടി ഹെൽമെറ്റും വെച്ചാണ് പാവങ്ങൾ അടിച്ചത്. ഒന്നും ചെയ്യാത്ത പഞ്ചപാവം. എനിക്ക് പറയാനുള്ളത്, ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഒരുപാട് നേതാക്കന്മാർ വെളിയിൽ പറഞ്ഞില്ലെങ്കിൽ അകത്ത് നന്നായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് ഈ പിണറായി വിജയനും ഗോവിന്ദനുമെതിരെ. അവർ വെളിയിലൊന്നും പ്രതികരിക്കുന്നില്ല, ഇത്തരം പാർട്ടി കമ്മിറ്റികളിലെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പാർട്ടിക്ക് ഇനിയെങ്കിലും വേണമെങ്കിൽ നാട്ടുകാരുടെ, ഞാൻ മുമ്പൊരു വീഡിയോ പറയാം, നാട്ടുകാരുടെ അടുത്ത് സൗമ്യമായി പെരുമാറുക. ഇതിനകത്ത് തോന്നിവാസം അടിക്കും പിടിക്കും വെട്ടും കുത്തും എന്ന് പറഞ്ഞ പരിപാടി നിർത്തുക. പിന്നെ ചെയ്യാനുള്ളത്, 3-4 എണ്ണത്തിൻ്റെ വീട്ടിൽ പറഞ്ഞിരുത്തണം. ഒന്നാമത് പ്രതിപക്ഷം പിണറായി വിജയൻ, പിന്നെ ഈ സാധനം ബാലെ, പിന്നെ GP ജയരാജൻ, ജയരാജന്മാരല്ല, പി ജയരാജനല്ല, മറ്റേ 2 എണ്ണം. ഇതിനെയൊക്കെ പിടിച്ച് വീട്ടിൽ ഇരുത്തണം. എല്ലാ നേതൃസ്ഥാനങ്ങളൊന്നും മാറ്റി വീട്ടിൽ വല്ലതും ഡൈപ്പർ കൂട്ടിയിരുത്തണം. അതിനുള്ള ഇതായി ഡൈപ്പറൊക്കെ ഇടുക. അല്ലെങ്കിൽ ഇവിടെ പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ആൾ കാണും. ഇതിനെയൊക്കെ ഒഴിവാക്കി ഇതിനൊക്കെ മൈക്ക് വയ്ക്കുമ്പോൾ പിന്നെ ഇടുക്കിയിലെ മാണിക്യം മണിയാശാൻ ഇതിനെയൊക്കെ പിടിച്ച് വീട്ടിൽ ഡൈപ്പർ കൂട്ടിയിരുത്തണം വയസ്സാം കാലത്ത്. ഇതിനൊക്കെ മൈക്കുകൾ വയ്ക്കണതിൻ്റെ ഫ്രണ്ടിലേ വരുത്തരുത്, ദോഷം ചെയ്യും. ഇപ്പോഴും ഒരു ഭരണാധികാരിയുടെ ദിവസം ഇപ്പോഴും നിങ്ങൾക്കുള്ള പ്രതിഷേധം തന്നെ ഈ വാർത്തകളിലും ചാനലുകളിലും ഈ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വന്നിരുന്ന പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ അളിഞ്ഞ അടയ്ക്കാത്തതാണ്. ഇതിനകത്തുള്ള വായി നോക്കികൾ മൈക്ക് കാണുമ്പോൾ ഈ അളിഞ്ഞ അടയ്ക്കാത്തതിൻ്റെ കുഴപ്പമാണ്. കുറച്ചൊന്ന് അടങ്ങടേ 1-2 ആഴ്ച, എന്നിട്ട് ഭരണം നോക്കിയിട്ട് പ്രതികരിക്കുക. ഇപ്പോൾ ഒരു സ്കോപ്പും ഇല്ല. സതീശൻ ചാർജായി നിൽക്കുകയാണ്. ഞാൻ പറയാമല്ലേ, സതീശൻ ചാർജായി നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ആശമാരെ കേസ് പറയാം. ഇപ്പോൾ 21,000 രൂപ കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. ഉടനടി കൊടുക്കാമെന്ന് അങ്ങനെ പറഞ്ഞത്. ഇല്ലല്ല, തീരുമാനമുണ്ടാവും. അതിൽ അവർ ഹാപ്പിയാണ്. പിന്നെ നിനക്കൊക്കെ എന്തിനടേ? ആ സമരം ചെയ്തവർ ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴും വന്നിരുന്ന് ഇതാണ് പറഞ്ഞത്, ഈ അളിഞ്ഞ അടച്ച് വെയിറ്റ് ചെയ്യും 1-2 മാസമെങ്കിലും, എന്നിട്ട് പ്രതികരിച്ച് തുടങ്ങും. വീണ്ടും കിടന്ന് കുത്തി പല്ലിനിടെ നാറ്റി. ആദ്യം ചെയ്യാനുള്ളത് ഈ മൂത്ത സാധനങ്ങളുണ്ടല്ലേ, പടുക്കളവന്മാർ, ഈ ബാലൻ, ജയരാജൻ, മണിയാസാൻ, പിണറായി വിജയൻ, ഇതിനെയൊക്കെ കംപ്ലീറ്റ് ചുമതലകളൊന്നും മാറ്റി വീട്ടിൽ കൊണ്ടിരുത്തണം. വീട്ടിൽ കൊച്ചുമക്കളാർ കളിച്ചിരിക്കേണ്ട പ്രായത്തിൽ മൈക്ക് കാണാൻ പഴയ ഭീഷണിയും കൊണ്ടുവരികയാണ്. വല്ലതും പറ്റുമെങ്കിൽ ചെയ്യടേ.